പ്രകാശിലോട്ട് ഡെലിവറിക്ക് പോയൊരു വീഡിയോ ആണിത്. കയറിയപ്പോൾ തന്നെ ഇതാ നമ്മുടെ വണ്ടി തെരഞ്ഞു പിടിക്കേണ്ടി വന്നില്ല. ഇതാ കിടക്കണേ 001. വന്നപ്പോൾ തന്നെ കണ്ട ആ ഒരു കാഴ്ചയാണിത്. പ്രകാശിൻ്റെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ലോഗോ നമ്മുടെ വണ്ടിയിൽ ഒട്ടിക്കണത്. ഞങ്ങൾ വന്നപ്പോഴേക്കും വണ്ടീൻ്റെ പണികൾ ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത പണികൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് വെച്ചിട്ടുള്ള പണികളാണ്. അതിനാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് അവിടെ നിലവിൽ സ്റ്റോക്കില്ല. പിന്നെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റി. പെയിൻറ്റിങ് ബൂത്ത് നിന്ന് ഇറങ്ങുന്ന വണ്ടികൾ നേരെ നമ്മുടെ വണ്ടി ഇട്ടോടത്തേക്കാണ് വരെ. നമ്മുടെ വണ്ടിയുടെ പണികളാണെങ്കിൽ ആ ഫുൾ ഏകദേശം കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇനി അവിടെ ഒരുപാട് വണ്ടി കയറാനുള്ളത് കൊണ്ട് തന്നെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഇനി ഫ്രണ്ട് ഗ്ലാസ് വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിന്ന് ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വണ്ടി. പ്രകാശ് വണ്ടി ഇറക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും. എക്സ്ട്രാ അവിടുന്ന് പൈസ കൊടുത്ത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ഏകദേശം കൺഫേമായി. അതിൻ്റെ ബില്ല് കാര്യങ്ങളാണ് ഇവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൺഫേമായി. പിന്നെ ഇതാ വണ്ടി നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവസാനഘട്ട പണികളിലാണ്. എന്നാലും ഫ്രണ്ട് ഗ്ലാസ് വന്നിട്ടില്ല. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസവും കഴിഞ്ഞ് ഫ്രണ്ട് ഗ്ലാസ് അടുത്ത ദിവസം വരുന്നു പ്രതീക്ഷിക്കണം. അടുത്ത ദിവസം ഫ്രണ്ട് ഗ്ലാസും വന്ന് ഡെലിവറിയും കഴിഞ്ഞ് നമുക്ക് വണ്ടിയായിട്ട് പോകാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ റൂമിലോട്ട് പോകാം. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വന്ന് നോക്കി വണ്ടി ഇതായി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നേരെ വണ്ടിയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഇതാ വണ്ടീൻ്റെ ഫ്രണ്ട് ഗ്ലാസ് വന്നിട്ടില്ല. ഞങ്ങളോട് ഇന്നലെ രാത്രി ഫ്രണ്ട് ഗ്ലാസും വന്ന് ഇന്ന് രാവിലെ ഫ്രണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേന് ഡെലിവറി കഴിഞ്ഞ് പോകാം എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പിന്നെ അവിടെ ചോദിച്ചു നോക്കിയപ്പം ഫ്രണ്ട് ഗ്ലാസ് ഉച്ചയാകുമ്പോഴേക്കും എത്തും എന്നാണ് പറയണത്. പിന്നെ അതും പ്രതീക്ഷിച്ച് ഞങ്ങളവിടെ നിന്ന്. അതിനിടയിൽ ഇതാ കിച്ചും നിസാർക്കയും കൂടെ വേറെ എന്തെങ്കിലും വണ്ടിയിൽ പണിയെടുത്തണോ എന്നുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുക. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ താജു കഥ വേറെ എന്തോ സംഭവം നോക്കിക്കണ്ട് ആരോ വീഡിയോ കോൾ എന്തോ ആണ്. ഇത് നമ്മുടെ വണ്ടിയല്ല കേട്ടോ, ഇത് വേറെ ഏതോ ഒരു വണ്ടിയാണ്. പണിതുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതിനുള്ളിൽ കയറിയിട്ടായിരിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കും പെയിന്റിങ് ബൂത്തിലോട്ടൊന്ന് നോക്കിയപ്പോഴാണ് പെയിന്റിങ് ബൂത്ത് ഓപ്പൺ ആയി കിടക്കണത്. അവിടെ ആ ഒരു വണ്ടി പെയിന്റ് അടിച്ച് നിൽക്കണതാണ് നല്ല ഭംഗി. പിന്നെ ആ ഒരു വണ്ടി പെയിന്റിങ് ബൂത്ത് നിന്ന് ഇറങ്ങി വരണത് കാണാനും പ്രത്യേക തരം ഒരു ഭംഗിയായിരുന്നു. പിന്നെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കി വണ്ടികൾ ഫുള്ള് പണിയെടുക്കണത് നോക്കി. പ്രകാശ് കർണാടകയിൽ 4 സ്ഥലത്താണുള്ളത്. അതിൽ പീന, ലാൽബാഗ്, കോളാറ്, മാണ്ഡ്യ ഈ 4 സ്ഥലത്താണുള്ളത്. അതിൽ നമ്മളിപ്പോൾ ഉള്ളത് പീന ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. ലാൽബാഗോ അല്ലെങ്കിൽ പീനയിലോ ആണ് നമ്മുടെ വണ്ടിയെല്ലാം ഡെലിവറി ചെയ്യുക. ബാക്കി 2 സ്ഥലം ബോഡി ഫുൾ കെട്ടണ സ്ഥലമാണ്. ഇത് മാണ്ഡ്യന്നും കോളാറിന്നും ഇതുപോലെ സ്ട്രക്ചറാക്കി വരുന്ന വണ്ടികൾ നേരെ പീനയിലേക്ക് കയറുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് മാണ്ഡ്യന്ന് ബോഡി കെട്ടി വരിക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി പണികൾ ഫുൾ തീർത്തിട്ട് ഇവിടുന്ന് ഡെലിവറി കഴിഞ്ഞ് പോകും. അതിനിടയിൽ ഇവിടെ പ്രകാശിൽ നല്ലൊരു അടിപൊളി മഴ തന്നെ പെയ്ത്. പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാർ പ്രത്യേകം തന്നെ പറയണം. അവിടെ പ്രത്യേകം ഡ്രൈവർമാരുണ്ട്. അവർ ഈ വണ്ടി റിവേഴ്സ് പോണതൊക്കെ ഒരു മിററോ ഒന്നും നോക്കാതെ, മിററൊന്നും ഇല്ല വണ്ടിക്ക്, പണിതുകൊണ്ടിരിക്കാൻ വേണ്ടിയില്ല. അതൊക്കെ എന്ത് സ്പീഡിലാണ് വണ്ടി അവർ എടുക്കുകയെന്നറിയോ. എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാർ തന്നെയാണ് അവർ. അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞ് നമ്മുടെ വണ്ടി അതേപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട്. ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് വന്നതും ഇല്ല. അടുത്ത ദിവസമെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് പോകുന്നു. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഇതുവരെ വരാത്തതുകൊണ്ട് തന്നെ എന്ന് വരുന്ന ഒരു ഐഡിയയും ഇല്ലാത്തതുകൊണ്ടും നമ്മളോട് വരും പറയണുണ്ടെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് വരാത്തതുകൊണ്ട് നമ്മളെ കൂടെ ഉള്ളവർ കുറച്ച് പേര് നാട്ടിലോട്ട് പോയിട്ട് അവർക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ പ്രകാശിൻ്റെ അവിടെയുള്ള ആ ഒരു സിറ്റി. ഇതിൽ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഗ്ലാസ് വന്നില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഗ്ലാസ് വന്നത്. ഗ്ലാസ് വന്ന ഉടനെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് വേഗം ഫിറ്റ് ചെയ്ത് പിന്നെ നേരെ ലീക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ടെസ്റ്റിലേക്ക് നേരെ കയറ്റിട്ടോ. വേറെ പണികളൊന്നും ഇല്ലായിരുന്നു. ആ ഗ്ലാസ് ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിൽ പേരൊട്ടിക്കാനാണെന്ന് ഞാൻ ടൈമിൽ തന്നെ ഡാഷ്ബോർഡ് ഒന്ന് പെയിന്റ് അടിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ പേരൊട്ടിക്കാൻ കഴിയാഞ്ഞത്. പേരുള്ളെന്നാണ് ഒട്ടിക്കുന്നത്. പിന്നെ അത് ഞങ്ങൾ ചോദിച്ചു പേരൊട്ടിച്ചിട്ട് ഒന്നുകൂടെ കയറ്റുമോ എന്നുള്ളത്. അങ്ങനെ പേരൊട്ടിച്ചിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടെ കയറ്റിട്ടോ വാട്ടർ ടെസ്റ്റിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ്. ആ ഒരു വാട്ടർ ടെസ്റ്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഇനി അടുത്തുള്ളത് എന്ന് പറഞ്ഞാൽ പൂജയാണ്. പൂജാ പരിപാടികളാണ് ഇനിയുള്ളത്. അതിനുവേണ്ടി നമ്മൾ കസവ് കെട്ടുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ഫുൾ കസവൊക്കെ കെട്ടി വണ്ടി പുറത്തിറങ്ങുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. പിന്നെ പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയായി. പിന്നെ നമ്മുടെ പ്രകാശിലെ പൂജാരി നമ്മുടെ വണ്ടി പൂജിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന എല്ലാ വണ്ടികളും പൂജ ചെയ്തിട്ടാണ് കേട്ടോ പുറത്തിറങ്ങുക. പിന്നെ ഈ ചാവി കൊടുക്കുന്നത് താജുക്കിക്കാണ്. നമ്മുടെ മുതലാളി നാട്ടിലില്ലാത്തതുകൊണ്ടും താജുക്കി ചാവി വാങ്ങി. താജുക്ക നേരെ നമ്മളെ നിസാർക്ക്
കാക്കയ്ക്ക് അത് കൈമാറുന്നതാണ്. അങ്ങനെ പൂജ എല്ലാം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് നമ്മളെ വണ്ടി പുറത്തിറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. പ്രകാശിന്ന് ഇതേപോലെ ഗേറ്റ് തുറന്ന് വണ്ടി പുറത്തിറങ്ങി വരാൻ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. അത് ഏതൊരു വണ്ടി ആയിക്കോട്ടെ, എല്ലാ വണ്ടിയും പുറത്തിറങ്ങി വരാൻ പ്രത്യേകതരം ഭംഗിയാണ്. നമ്മളെ വണ്ടി പിന്നെ ഇറങ്ങി ഒരു 10-10:30 ടൈം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞു. ഫുള്ള് രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുത്തിട്ട് വലിയ കാര്യമില്ല. അപ്പം അടുത്ത പരിപാടി നേരെ നാട്ടിലോട്ട് പോവാം.